ഇന്ന് ഉപരിപഠനത്തിനും ജോലിക്കും വേണ്ടി വിദേശത്ത് പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരം മുതലെടുത്ത് ചില കാട്ടുകള്ളന്മാരായ ഏജൻസികൾ തട്ടിപ്പുകൾ നടത്താറുണ്ട്. ചിലർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഏകദേശം 99% ഏജൻസികളും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് വൻ തട്ടിപ്പ് നടത്താനാണ്. ഇത് വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവിക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വലിയ ഭീഷണിയാണ് എന്ന് ഒരു സംശയമില്ലാതെ പറയാം. ഇവരുടെ തട്ടിപ്പ് രീതി വലിയ രീതിയിലാണ്. അതിലെ ഏറ്റവും വലിയ കള്ളന്മാർ എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് ഇനീഷ്യൽ പേയ്മെന്റ് എന്ന പേരിൽ ചെറിയ തുക വാങ്ങി ആളുകളെ പറ്റിക്കുന്നവരാണ്. കാരണം ചെറിയ തുക ആകുമ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ അവർ തിരിച്ചു നൽകുകയോ അല്ലെങ്കിൽ അതായത് ആ പണത്തിന്റെ പൂർണ്ണമായ ഇൻട്രസ്റ്റുകളോ മറ്റോ ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, അതിൻ്റെതായ ലാഭം അവർക്ക് ലഭിച്ച് ആ പണം തിരിച്ചു നൽകുകയോ അല്ലെങ്കിൽ ആ പണം നൽകാതെ പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഇനീഷ്യൽ പേയ്മെന്റിന്റെ പേരിൽ ആരും പരാതിപ്പെടാൻ സാധ്യത കുറവാണ് എന്നുള്ള ധൈര്യമാണ് അവർക്കുള്ളത്. അതുപോലെ വലിയ രീതിയിൽ പറ്റിക്കുന്ന ആളുകളുമുണ്ട്. ഇതുപോലെയുള്ള വലിയ ചതികൾ ഞാനും കണ്ടിട്ടുള്ളതാണ്. യൂറോപ്പിലെ വലിയൊരു ഗ്രൂപ്പിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാട്ടുകള്ളന്റെ ഏജൻസി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട്, പല സ്ഥലം എന്ന് പറയുമ്പോൾ വിദേശത്ത് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം, താങ്കൾക്ക് ജോലി നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 500ഓളം ആളുകളുടെ കയ്യിൽ നിന്ന് 35,000-ഉം 50,000-ഉം ഇനീഷ്യൽ പേയ്മെന്റായി വാങ്ങുകയും അതിനുശേഷം 2 വർഷമായിട്ടും പറഞ്ഞ രീതിയിലുള്ള ജോലി നൽകാതെ പറ്റിക്കുകയും ചെയ്തു. അതുപോലെ വിസ, താമസം, ജോലി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് തെറ്റായ വിവരം നൽകുന്ന ഏജൻസികളുമുണ്ട്. വ്യാജ വിസകളും യാത്രാരേഖകളും നിർമ്മിച്ചു നൽകുന്നവരും അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ പണം വാങ്ങുന്നവരും, പണം വാങ്ങിയ ശേഷം ഏജൻസി പ്രതിനിധികൾ പിന്നീട് വിവരം നൽകാതെ ഒഴിഞ്ഞു മാറുന്നവരുമുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ തടയാൻ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഏജൻസികളുടെ ആധികാരികത ഉറപ്പുവരുത്തുക. രജിസ്റ്റർ ചെയ്ത ലൈസൻസ് ഉള്ള ഏജൻസികൾ വഴി മാത്രം അപേക്ഷിക്കുക. അവരുടെ മുൻകാല പ്രകടനത്തെക്കുറിച്ച് അന്വേഷിക്കുക. വിസയുടെയും മറ്റ് യാത്രാരേഖകളുടെയും വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക. അതത് രാജ്യങ്ങളുടെ വെബ്സൈറ്റുകളിൽ നിന്നും എംബസിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ഒരിക്കലും മറക്കാതിരിക്കുക. പണമിടപാട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. രേഖാമൂലമുള്ള കരാറുകൾ തയ്യാറാക്കുക. അതുപോലെ ഓൺലൈൻ ട്രാൻസ്ഫർ രീതികൾ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ അമിത വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഈ അമിത വാഗ്ദാനങ്ങളിൽ കൂടുതൽ പണം ലഭിക്കും, അവിടെ പോവാം ഇവിടെ പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ദുബായിൽ നിന്നൊക്കെയാണ് വിളിക്കുന്നത്, ദുബായിലുള്ള ഏജൻസിയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്. അത്ര അമിത വാഗ്ദാനങ്ങളിൽ എന്തായാലും വീഴാതിരിക്കുക. ഇങ്ങനെ നിങ്ങളെ ആരെങ്കിലും നല്ല രീതിയിൽ എന്താ പറയുക മോഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇത്രയും പണമൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ മോഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഏജൻസി മോഹിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ സംശയിക്കാവുന്നതാണ്. എളുപ്പത്തിൽ വിസയും ഉയർന്ന ശമ്പളവും ലഭിക്കുമെന്ന വാഗ്ദാനങ്ങൾ നൽകുന്ന ഏജൻസികളെയും സംശയിക്കണം. മുൻപരിചയമുള്ളവരുമായി ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തായാലും സംസാരിക്കണം. മുൻപരിചയമുള്ളവർ എന്ന് പറയുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവർ, പഠിക്കാനായി പോയിട്ടുള്ളവർ, അതുപോലെ ഇതുപോലെ ഏജൻസികളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പിനിരയായവർ, ഇവരോടൊക്കെ ഈ കാര്യങ്ങൾ ചോദിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പൂർണ്ണമായിട്ട് നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. നിങ്ങൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചും എല്ലാത്തിനെ കുറിച്ചൊരു ബോധ്യമുണ്ടാകണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 99% ഏജൻസികളും കള്ളന്മാരാണ്. തട്ടിപ്പിനിരയായി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകാനും മറക്കരുത്. നിങ്ങളുടെ പക്കലുള്ള രേഖകളും പണമിടപാടിന്റെ വിവരങ്ങളും പരാതിയോടൊപ്പം നൽകുക. ഒരുപക്ഷെ പോലീസ് നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മറ്റൊന്നുമല്ല, എത്രയും വേഗം തന്നെ കോടതിയിലേക്ക് പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പോലീസുകാർ ഒരുപക്ഷെ പറയാം ഇത് ചെറിയൊരു തുകയല്ലേ, അല്ലെങ്കിൽ ഇനീഷ്യൽ പേയ്മെന്റ് ചെറിയ തുക കൊടുത്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത്, വലിയ പണം നൽകി എന്തെങ്കിലും ഈ പണം തിരിച്ചു കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തോറ്റു കൊടുക്കരുത്. നിങ്ങൾ തോറ്റു കൊടുത്താൽ ഇനിയും ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടും. അതുകൊണ്ട് ഈ കള്ളന്മാരെ നമ്മൾ വളർത്തുക കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ തുകയാണെങ്കിൽ പോലും പരാതി കൊടുക്കാൻ മറക്കരുത്. എന്തായാലും ഈ കാട്ടുകള്ളന്മാരെ വെറുതെ വിടരുത്. നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുറം ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കോടതിയെ സമീപിക്കുന്നതിലൂടെ നഷ്ടപരിഹാരം നേടാനും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഈ കാട്ടുകള്ളന്മാരുടെ ഏജൻസിയും നിങ്ങളെ പറ്റിച്ച ഏജന്റിന്റെയോ ഫോട്ടോ സഹിതം അവർ ഇനി ഒരാളെയും പറ്റിക്കാൻ സാധിക്കാത്ത വിധം, നിങ്ങളാൽ പറ്റുന്ന വിധം അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം പരസ്യപ്പെടുത്തുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഏജൻസിയിൽ നിന്നാണ് ജോലി വാഗ്ദാനം ലഭിച്ചുകൊണ്ട്
പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഏജൻസി നിലകൊള്ളുന്ന സ്ഥലത്തിന്റെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അന്വേഷിച്ച് ഇതിന്റെ ആധികാരികത കണ്ടെത്താവുന്നതാണ്. പ്രധാനമായും യൂറോപ്പിലേക്ക് ജോലിക്ക് വേണ്ടി പോകാനായി ഏജൻസികൾക്ക് പണം കൊടുക്കുന്നവരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരാണ് ഏറ്റവും അധികം പെട്ടുപോകുന്നത്. ഈ ജോലിക്ക് വേണ്ടി പണം വാങ്ങി നമ്മളെ പറ്റിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എന്തായാലും നിങ്ങൾക്ക് പണം പോകണ്ട എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ കൊള്ളാവുന്നതാണ്.